ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വട്ടം റാഹത്തല്ലേ? അപ്പം വെൽക്കം ബാക്ക് ടു ഫ്രഷ് വേൾഡ്. നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സംഭവം എന്താണോ, ഇന്നൊരു വെറൈറ്റി ആട്ടാ. ഇന്ന് നമ്മൾ ഒരു വൃദ്ധസദനത്തേക്ക് പോകണം. നമ്മളെല്ലാ കൊല്ലം പോക്കുണ്ട്. അപ്പം ഇന്ന് നമ്മളൊരു പ്രിയ ചങ്കം കൂടെ ഉണ്ട് നമ്മളെ കൂടെ. അപ്പം ഞാൻ വണ്ടി കോട്ടക്കൽ വെച്ചിട്ട് ബൈക്കിൽ നിന്ന് അങ്ങനെ വന്നതിന് അപ്പം എൻ്റെ കാറിലെടുത്തിട്ട് അങ്ങനെ ഞങ്ങളിതാ ഒരുമിച്ച് പോവുകയാണ് കാളിക്കാവിലേക്ക്. അപ്പം ഞങ്ങൾ പോട്ടെ, അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഒരുപാട് നല്ല മനസ്സിന് ഉടമകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം, കാണാം. അവരോട് കൂടി ഇന്നത്തെ ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളൊന്ന് പരിചയപ്പെടുത്തൂ. ഇവനാണ് നിസാർ കുളന്നൂർ. കുളന്നൂർ എന്ന് വെച്ചാൽ ഋഷുവിന്റെ അത്ര ഫേമസ് അല്ലെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. ഒരു 5K ആയിട്ടുള്ളൂ. അവർ ഋഷുവിന്റെ ഫാമിലീസ് മൊത്തം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരു 10 ആവും. അപ്പൊ എല്ലാവരും എന്റെ ചാനല് നിസാർ കെ കൊള്ളന്നൂർ ഇട്ട യൂട്യൂബിൽ ഇൻസ്റ്റയിലും അതെ. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഋഷുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പൊ എല്ലാരും പോയിട്ട് സബ് അടിച്ചു കൊടുക്കാൻ. ചെക്കൻ വളരെ വലിയൊരു കലാകാരനാണ്. അപ്പൊ ആ ചെക്കൻ പാട്ടൊക്കെ പാടട്ടോ നല്ല. അപ്പൊ നമ്മളെ എന്തായാലും പ്രോഗ്രാം നമ്മൾ പോയി കാണാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് പകർത്താം. ഓക്കെ, പോയിട്ട് വരാം. ഹിമ കെയർ ഹോം ഡയാലിസിസ് സെൻ്റർ ആട്ടാ. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി ഗായ്സ്. നമ്മളൊക്കെ മാറിയിട്ടോ, ഷർട്ടും ചെക്കൻ്റെ അടിച്ചു മാറ്റി. ഒരുപാട് ടൈമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, മനസ്സിലാവുന്നത്. ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും കാണുന്നു. എൻ്റെ ഉപ്പയും ഉമ്മയും ആരുടെ മുന്നിലാണ്. അവരില്ലാത്തൊരു സങ്കടം, അവർ പോയൊരു വേദന, അത് താങ്ങുന്നതിനപ്പുറത്താണ്, വാക്കുകൾക്ക് അതീതമാണ്. ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞ ദേ ആർ ദ വിസിബിൾ ഗോഡ്സ്. നമ്മുടെ കണ്ണു മുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് വേറൊരാളെ പേര് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഉപ്പച്ചിയും ഉമ്മച്ചിയാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ദുനിയാവെന്ന് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ അടുത്താണ്. മറ്റുള്ള സ്നേഹത്തിനെല്ലാം എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവും. ഒരു പ്രതീക്ഷയോടുള്ള സ്നേഹമായിരിക്കും. അവർ പ്രതീക്ഷിച്ച പോലെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, അവരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ ആ സ്നേഹം പെട്ടെന്ന് നിലച്ചു പോകും. പക്ഷെ നമ്മുടെ ഉപ്പച്ചി ഉമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം ദുനിയാവെന്ന് മാഞ്ഞു പോകില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉപ്പച്ചിനെയും ഉമ്മച്ചിനെയും നിങ്ങൾ പൊന്നു പോലെ സ്നേഹിക്കുക. മലയാളി കുടുംബങ്ങളിൽ ആയിരങ്ങളുള്ള അഥവാ ഇവിടെ കൂടിയത് ലക്ഷങ്ങളുടെ ഒരു സംഗമമാണ് എന്നാണ്. ഇതൊരു ഗ്യാതറിങ്ങാണ്. നിങ്ങൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം പങ്കുവെക്കാനും ആശയങ്ങളും ആലോചനകളും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സ്നേഹം മക്കൾക്ക് നൽകണം. എന്നാലും കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ? എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. दुनिया में हमारे तो जीना ही पड़ेगा. ശുഭയുടെ മിനാരത്തിൽ വാഴത്തിൽ വാഴക്കുന്ന ആകാശത്തിൽ അപ്പുറത്ത് സുവർഗത്തിൽ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ, ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ. പഞ്ചാരപ്പനങ്കിൽ ഇക്കാന്റെ കരളെ മാന്റെ പൊരുള് ആനന്ദ ചാചിക്കുന്ന മലർമൊഴിഞ്ഞാണിലെ തെന്നു കുടിച്ചിടുവാനേ ആരംഭക്കനിയോടു നിൽക്കുന്നിടയെ പ്രേമത്തെ മരുന്നെന്ന് തുള്ളി മുത്തിനെ മുണ്ടായ തലവാ
അന്ന് സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നാള് എത്ര വോട്ടിന് പറ്റി? എത്ര വോട്ടിനാണ് ഇപ്പൊ എന്താ നിങ്ങൾ നാട്ടുകാരൊക്കെ? മുഖ്യമന്ത്രി റെഡിയാണ്, പ്രതിപക്ഷം കിട്ടണില്ല അല്ലേ? കണ്ടാൽ കരടാതെ കനനാട്ടം എന്നെ അടിവെച്ച് അതായത് നമ്മളെ ഹിമ്മനെ കുറിച്ച് എന്താ പറയാ, നിങ്ങളെ ഫീലിങ്സ് എന്താ അവിടെ വന്നതിന് ശേഷം? ഹിമ്മനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഒരുപാട് ഓൾഡേജ് ഹോം ഉണ്ട്. എല്ലാവരുടെ കാഴ്ചപ്പാടിൽ ഇതൊരു ഓൾഡേജ് ഹോമാണ്. പക്ഷെ ഇവിടെ വന്ന് മനസ്സിലാക്കിയാല് ഇതൊരു ഓൾഡേജ് ഹോം മാത്രമല്ല എന്നുള്ളത് മനസ്സിലാവും. ഈ പരിസരത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രം ആണ് ഹിമ കെയർ എന്ന് പറഞ്ഞത്. അതിന്റെ കൂടെ ഒരു ഓൾഡേജ് ഹോം. ഈ ഭാവിയിൽ ഒരുപാട് പ്രൊജക്റ്റ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിമന്റെ കീഴിലൊരു പബ്ലിക് ഇംഗ്ലീഷ് സ്കൂൾ വരുന്നുണ്ട്. ഒരുപാട് പ്രൊജക്റ്റ്. അതൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം എല്ലാം കൊണ്ടും ഇവന്റെ കീഴിൽ ഡെവലപ്പ് ആവും. പ്രായമുള്ളവരെ കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലമല്ല സംഭവം. അതല്ല, അങ്ങനെ ഒരു ചിന്താഗതി വെച്ച് ഇങ്ങോട്ട് വരണ്ട. എന്നാൽ ഒരു ഭാഗത്ത് അവരുണ്ട്, അവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. നിസാർ ഭായ് എന്തുണ്ട് നമ്മളെ ഹിമ കാളികാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ പിന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട സംഭവമാണ്. പിന്നെ അതുമല്ല നമ്മളെ പരിസരത്ത്, ഞാൻ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്, നമ്മൾ പരിസരത്ത് പല ഇതുപോലെ സാധന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൊണ്ടാക്കുന്നത് പിന്നെ മക്കളുള്ളവരാണ് കൊടുക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആരും ഇല്ലാത്തവർ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് രക്ഷിതാക്കളുള്ളപ്പോൾ നമുക്ക് വില അറിയില്ല. ഇവിടെ വരുന്നവർ നോക്കിക്കോ, ആരും ഇല്ലാതെ അവരെവിടെ നിന്നുള്ള ആരും ഇവര് നമ്മളെ സ്ഥാപനത്തിന്റെ ആളുകളടക്കം അത് പുറത്തു വിടുന്നില്ല. നമ്മൾ പറയാനും പാടില്ല, അവരോട് ചോദിക്കാനും പാടില്ല. അത്രയും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹിമ കാളികാവ്. ഞങ്ങളുടെ ടീം ഇവിടെ 4ാമത്തെ വർഷമാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റില്ല. ഈ വർഷം ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മാറ്റി വെച്ച് ഇവിടെ വന്ന് നമ്മൾ ഇവരൊപ്പം ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ചെയ്യണം. രക്ഷിതാക്കളെ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് ഇതല്ല വേണ്ടത്, നമ്മൾ ചേർത്ത് പിടിക്കണം. ഇത് ആരും ഇല്ലാത്തവരാണ് നമ്മളെ റോഡ് സൈഡിലൊക്കെ ആരും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന, അതിൻ്റെ ഇടയിൽ പിടിച്ചു കൊടുത്തിട്ട് നോക്കുന്ന സംഭവമാണ്. ഇവിടെ നമ്മളിപ്പോൾ നമ്മളെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയണ്ടായി പൊന്നാനിൽ നടന്നൊരു സംഭവം. അത് ഞാനും കൂടി അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അവരടക്കം ഇവിടെ ജീവിച്ച് ഇവിടുന്നാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ കഴിയുന്ന എന്തെങ്കിലും വലിയ എമൗണ്ടുകളായിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇവരൊപ്പം ഒരു ദിവസം ഫുൾ ഭക്ഷണം കൊടുത്തിട്ട് അവനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കുക ഈ സ്ഥാപനത്തിന്. അത്ര എനിക്ക് പറയുന്നത്. മിസ്റ്റർ അസർഫ് മോനിക്കൽ, ഇത് ചിക്കൻ ബിരിയാണിയാ? ആശി ഡേറ്റിംഗ് പറഞ്ഞിട്ട് എന്താ പ്ലേറ്റ് ഒന്നും കാണാനില്ലല്ലോ. ഫുഡ് ഇതേന്ന് അടിയേന്ന് നട്ടപ്പായല്ല 2 മണിക്കും 3 മണിക്കൊക്കെ മറ്റേ താവളാളും കൂടി. എൻ്റെ ലൈഫിലെ നല്ല മെമ്മറീസിലെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ നമ്മൾ എന്നും കാണുന്നുണ്ട്, എന്നും മുഖങ്ങൾ മറക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കണ്ട മുഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറക്കൂല. കാരണം ആരും ഒരു തുണയും ഇണയില്ലാത്ത കുറേ മനുഷ്യന്മാരെ ഞാൻ അവിടെ നിന്ന് കണ്ട് എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട്. എവിടെ കാളിക്കാവ് ഹിമ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികളെ പോലെ പരിചരിക്കണ ഈ ഒരു സ്ഥാപനത്തിന് എന്തായാലും ബിഗ് സല്യൂട്ട്.
നമുക്ക് ഇൻ്റെ ദിവസങ്ങളിൽ ഇത്രയും ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോകേണ്ട എന്തിനെടുക്കുക അതിൽ ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം ഇവരെ കൂടെ വന്ന് ഇവരൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഇവരിൽ ഒരാളായിട്ട് നമുക്ക് ഒരു ദിവസം കൂടാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും കുറേ മക്കളെ കിട്ടിയ പോലെ നമുക്കൊരു ഉമ്മാനും ഉപ്പാനും കിട്ടിയ പോലത്തെ ഒരു ഫീല്, സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിട്ട് ഇന്ന്. എന്തായാലും നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കാണാൻ, നമ്മളോട് എന്താ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ ദിവസം ഇവിടെ നല്ല ചിലവഴിച്ച് ഇനി ഇൻഷാ അള്ളാ പിന്നെ ഇവിടെ കൊണ്ടുവന്ന നമ്മളെ ഗ്രൂപ്പിൻ്റെ എല്ലാവരോടും എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ ഒറ്റ വാക്ക് നന്ദി പറയണം. ഇനി ഇൻഷാ അള്ളാ ഇനി വരണം. ഇവിടെയൊക്കെ എന്തായാലും മനസ്സിൽ പതിഞ്ഞ മുഖങ്ങളുണ്ട് ഇവിടെ കുറച്ച്. എന്തായാലും വരാൻ പറ്റിയതിൽ സന്തോഷം.